ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യൻ താരങ്ങളുടെ മികച്ച പ്രകടനം രാജ്യത്തെ അഭിമാനഭരിതമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങൾ നിഷേധിച്ച് ഇന്ത്യൻ ഓഹരി നിയന്ത്രണ ഏജൻസിയായ സെബി. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ഇന്നും തിരച്ചിൽ തുടരുന്നു. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 10 പേർ ചികിത്സയിൽ. മദ്യനയ അഴിമതി കേസിൽ സിബിഐ അറസ്റ്റ് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചു. രാജസ്ഥാനിൽ മഴക്കെടുതിയിൽ മരണം 22. വാർത്തകൾ വിശദമായി. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യൻ താരങ്ങളുടെ മികച്ച പ്രകടനം രാജ്യത്തെ അഭിമാനഭരിതമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താരങ്ങളുടെ പരിശ്രമങ്ങളെ പ്രകീർത്തിച്ച അദ്ദേഹം തുടർന്നുള്ള വേദികളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെയെന്നും ആശംസകൾ നേർന്നു. പാരീസിലെ സ്റ്റാഡ് ദ ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രിയാണ് 2.5 മണിക്കൂറിലേറെ നീണ്ട സമാപന ചടങ്ങുകൾ നടന്നത്. ഒളിമ്പിക്സ് വിജയകരമായി പര്യവസാനിച്ചതായി അന്താരാഷ്ട്ര ഒളിമ്പിക് സമിതി പ്രസിഡന്റ് തോമസ് ബാഷ് ചടങ്ങിൽ പ്രഖ്യാപിച്ചു. 2028 അടുത്ത ഒളിമ്പിക്സിന് വേദിയാകുന്ന അമേരിക്കയിലെ ലോസ് ആഞ്ചൽസ് നഗരത്തിന്റെ മേയർ കരേൻ ബാസ് ഒളിമ്പിക്സ് പതാക ഏറ്റുവാങ്ങി. 1932നും 1984നും ശേഷം 3ാം തവണയാണ് ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിന് വേദിയാകുന്നത്. PR ശ്രീജേഷും മനു ഭാക്കറും സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തി. മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷിന്റെ വിരമിക്കലിന് കൂടിയാണ് പാരീസ് ഒളിമ്പിക്സ് വേദിയായത്. 1 വെള്ളിയും 5 വെങ്കലവുമടക്കം 6 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 40 സ്വർണവും 44 വെള്ളിയും ഉൾപ്പെടെ 126 മെഡലുകളുമായി അമേരിക്ക ഒളിമ്പിക്സിൽ ഒന്നാമതെത്തി. ചൈനയും ജപ്പാനും ഓസ്ട്രേലിയയും ഫ്രാൻസുമാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ. ഒളിമ്പിക്സിൽ 71ാം സ്ഥാനത്താണ് ഇന്ത്യ ഫിനിഷ് ചെയ്തത്. വനിതകളുടെ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ടിന്റെ ഫൈനലിന് തൊട്ടുമുമ്പുള്ള അയോഗ്യത പാരീസിൽ ഇന്ത്യൻ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങൾ നിഷേധിച്ച് ഇന്ത്യൻ ഓഹരി നിയന്ത്രണ ഏജൻസിയായ സെബി. ഓഹരി നിക്ഷേപവും കൈമാറ്റവും സംബന്ധിച്ച വിവരങ്ങൾ സെബി മേധാവിയെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും താൽപര്യവൈരുദ്ധ്യങ്ങൾ പരിശോധിക്കാൻ സെബിക്ക് ആഭ്യന്തര സംവിധാനമുണ്ടെന്നും വിശദീകരണത്തിൽ പറയുന്നു. നിക്ഷേപകർ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ഇത്തരം റിപ്പോർട്ടുകളെ ശ്രദ്ധയോടെ വേണം സമീപിക്കാനെന്നും സെബി വ്യക്തമാക്കി. അമേരിക്കൻ ഓഹരി ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനെതിരെ നടത്തിയ ആരോപണങ്ങൾ സെബി പരിശോധിച്ചതാണ്. ഇന്ത്യൻ ഓഹരി വിപണിയുടെ വിശ്വസ്തതയും വളർച്ചയും ഉറപ്പുവരുത്താൻ സെബി പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി. ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് മുൻപ് തന്നെ തെളിഞ്ഞതാണെന്നും സുപ്രീംകോടതി തന്നെ ഇത് തള്ളിക്കളഞ്ഞതാണെന്നും അദാനി ഗ്രൂപ്പ് പറഞ്ഞു. സെബി മേധാവി മാധവി ബുച്ചും ഭർത്താവ് ധവാൽ ബുച്ചും റിപ്പോർട്ടിലെ ആരോപണങ്ങൾ നിഷേധിച്ചു. ഹിൻഡൻബർഗിനെതിരായ നിയമ നടപടികളുടെ പശ്ചാത്തലത്തിൽ വ്യക്തിഹത്യയ്ക്കുള്ള ശ്രമമാണിതെന്നും അവർ പറഞ്ഞു. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് അസോസിയേഷനും റിപ്പോർട്ടിനെതിരെ രംഗത്ത് വന്നു. ഇന്ത്യയുടെ വളർച്ചാ പാതയിൽ തടസ്സം സൃഷ്ടിക്കാനുള്ള ശ്രമമാണിതെന്ന് സംഘടന പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാട്ടി. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ ഇന്നും തുടരുന്നു. മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത സൂചിപ്പാറ, പരപ്പൻപാറ മേഖലകളിലാണ് സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും അടങ്ങുന്ന സംഘം തിരച്ചിൽ നടത്തുന്നത്. മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ തിരച്ചിൽ നടത്തുന്നു. വിശദാംശങ്ങളുമായി വയനാട് നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത് ചാലിയാറിന്റെ ഭാഗങ്ങളിലാണ്. NDRF, അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് സേന, പോലീസ്, വനംവകുപ്പ് എന്നിവരടങ്ങുന്ന 60 അംഗ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. ഈ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്താൻ വൈദഗ്ധ്യം ആവശ്യമായതിനാൽ ചാലിയാർ പുഴയുടെ ഈ ഭാഗത്തെ തിരച്ചിലിന് സന്നദ്ധ പ്രവർത്തകരെ അനുവദിക്കുന്നില്ല. വനമേഖലയായ പാണങ്കായത്തിൽ 10 സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന 50 അംഗ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. പാണങ്കായം മുതൽ പൂക്കോട്ട് മന വരെയും പൂക്കോട്ട് മനം മുതൽ ചാലിയാർ മുക്കം വരെയും 20 സന്നദ്ധ പ്രവർത്തകരും 10 പോലീസുകാരും അടങ്ങുന്ന 30 അംഗ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. ഇരുട്ടുകുത്തി മുതൽ കമ്പളപ്പാറ വരെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന 40 അംഗ സംഘവും തിരച്ചിൽ നടത്തുന്നുണ്ട്. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരൽമല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 10 ആയി. നാവായിക്കുളം സ്വദേശിനിക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. അടുത്തിടെ ഇവർ തോട്ടിൽ കുളിച്ചതായി ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം.
മദ്യനയ അഴിമതി കേസിൽ സിബിഐ അറസ്റ്റ് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചു. സിബിഐ അറസ്റ്റിനെതിരായി കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിലാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. കേസ് എത്രയും വേഗം പരിഗണിക്കണമെന്നും കെജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനോട് അപേക്ഷിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ന് ലോക ഗജദിനം. ആനകളുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. ആനകളുടെ സംരക്ഷണത്തിനായി നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ സംസ്കാരവുമായും ചരിത്രവുമായും ആനകളേറെ ബന്ധപ്പെട്ടിരിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ആനകൾക്ക് നിലനിൽക്കുന്നതിനാവശ്യമായ ആവാസ വ്യവസ്ഥ ഒരുക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയതിൽ മെഡിക്കൽ ടീമിനെയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിൻഷ പർദിവാലയെയോ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഗുസ്തി, ബോക്സിംഗ്, ജൂഡോ തുടങ്ങിയ ഇനങ്ങളിൽ ഭാരം നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം അതാത് താരങ്ങൾക്കും കോച്ചിംഗ് ടീമിനുമാണെന്ന് അവർ പറഞ്ഞു. അത്ലറ്റുകൾക്ക് മത്സരവേളയിലുണ്ടാകുന്ന പരിക്കുകളിൽ പരിഹാരം കാണുക എന്നതാണ് മെഡിക്കൽ ഓഫീസറുടെ പ്രഥമ ഉത്തരവാദിത്തമെന്നും അയ്യോവെ വ്യക്തമാക്കി. 50 കിലോ ഗുസ്തിയിലാണ് ഫൈനലിന് തൊട്ടു മുൻപ് വിനേഷ് ഫോഗട്ടിനെ ഭാരക്കൂടുതലെന്ന കാരണം കാണിച്ച് അയോഗ്യയാക്കിയത്. വെള്ളി മെഡൽ നൽകണമെന്നാവശ്യപ്പെട്ട് വിനേഷ് നൽകിയ പരാതിയിൽ കായിക തർക്കങ്ങൾ പരിഹരിക്കുന്ന പ്രത്യേക കോടതി തീരുമാനം പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് ഈ മാസം 25-ന് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 113-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള പൊതുജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറം വഴിയോ അറിയിക്കാവുന്നതാണ്. ഈ മാസം 23-നാണ് ആശയങ്ങൾ നൽകാനുള്ള അവസാന തീയതി. ബീഹാറിലെ ജഹാനാബാദ് ജില്ലയിലെ ബാബ സിദ്ധേശ്വർനാഥ് ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ മരിച്ചു. 16 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. ശ്രാവൺ മാസത്തിലെ തിങ്കളാഴ്ച ആയിരുന്നതിനാൽ ക്ഷേത്രത്തിൽ ധാരാളം ഭക്തർ തടിച്ചുകൂടിയിരുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ധനസഹായം പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 22ആയി. ജയ്പൂർ, സവായ് മധോപൂർ, ദൌസ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. ബീഹാറിൽ ഗംഗ, പുൻപുൻ നദികളുടെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ തുടരുന്നു. മാനേർ, ദീഗാഘാട്ട്, ഗാന്ധിഘാട്ട്, ഹദീദഗ് എന്നിവിടങ്ങളിൽ ഗംഗാനദിയുടെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ പ്രളയ മുന്നറിയിപ്പ് നൽകി. അർവൽ, ശ്രീപാൽപൂർ എന്നിവിടങ്ങളിൽ പുൻപുൻ നദിയുടെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഈ മാസം 15 വരെ കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചെങ്കിലും പിന്നീട് നേട്ടത്തിലെത്തി. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 140 പോയിന്റ് ഉയർന്ന് 79,827-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 15 പോയിന്റ് നേട്ടത്തിൽ 24,385-ലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സ്വർണ്ണവില കൂടി. പവന് 200 രൂപ വർദ്ധിച്ച് 51,760 രൂപയും ഗ്രാമിന് 25 രൂപ കൂടി 6,470 രൂപയുമാണ് ഇന്നത്തെ വില. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷിതത്വം വിലയിരുത്താൻ അധികൃതർ യോഗം ചേരുന്നു. ഇടുക്കി കളക്ടറേറ്റിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിലാണ് യോഗം. MP-യും MLA-മാരും പങ്കെടുക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിലെ ആശങ്കകളും തുടർ നടപടികളും ചർച്ച ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യൻ താരങ്ങളുടെ മികച്ച പ്രകടനം രാജ്യത്തെ അഭിമാനഭരിതമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങൾ നിഷേധിച്ച് ഇന്ത്യൻ ഓഹരി നിയന്ത്രണ ഏജൻസിയായ സെബി. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ഇന്നും തിരച്ചിൽ തുടരുന്നു. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 10 പേർ ചികിത്സയിൽ. മദ്യനയ അഴിമതി കേസിൽ CBI അറസ്റ്റ് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചു. രാജസ്ഥാനിൽ മഴക്കെടുതിയിൽ മരണം 22ആയി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.